മലപ്പുറത്തെ ജനങ്ങൾ സ്നേഹമുള്ളവരാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വന്ന് പൊട്ടിക്കരഞ്ഞവരുടെ കരച്ചിൽ കേൾക്കാൻ അവർക്ക് മനസ്സുണ്ടായില്ല. അതാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് CPIM-ന് 2 കൊടുക്കുകയാണ് PC വിശ്വനാഥ്. നിലമ്പൂർ കോൺഗ്രസിന് നൽകിയിരിക്കുന്ന ഊർജം ചെറുതല്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ആരോഗ്യ മേഖലയാകട്ടെ പൊതുമേഖലയാകട്ടെ എല്ലായിടവും പൂട്ടിക്കെട്ടി തകർത്ത ഒരു സർക്കാരിനെതിരെ KC വേണുഗോപാൽ തയ്യാറാക്കിയ അജണ്ടയായിരുന്നു ജനകീയ പ്രശ്നങ്ങൾക്കെതിരെ ആഞ്ഞടിക്കാനുള്ള ജീവൻ നൽകുക എന്നത്. അത് നടത്തിയെന്നും പറയുകയാണ്. അദ്ദേഹത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. മലപ്പുറത്തെ കുറിച്ച് ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം, മലപ്പുറം സ്നേഹം തരുന്ന ഒരു നാടാണ് എന്നാണ്. അപ്പം ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി, മലപ്പുറം സ്നേഹം മാത്രം തരുന്ന നാടല്ല, മലപ്പുറം ഊർജം തരുന്ന നാടാണ്. നിലമ്പൂര് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും UDF-നും ഉണ്ടായിരിക്കുന്ന ഒരു പുതിയ ഊർജം, നമ്മൾ ഒടുവിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ജനവിരുദ്ധ സർക്കാരിനെ താഴെ ഇറക്കുന്നതിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടങ്ങിയത് നിലമ്പൂരാണ്. നിലമ്പൂർ അത് നമ്മൾ വിജയിച്ചു. കേരളത്തിൽ നമ്മളത് വിജയിക്കാൻ പോവുകയാണ്. നിലമ്പൂര് നിങ്ങളെല്ലാം നടത്തിയ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ, കാരണം KPCC-യുടെ ചുമതലക്കാർ വന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം. അതിനു മുമ്പ് തന്നെ AP അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ ഈ ജില്ലയിലെ നേതാക്കന്മാർ, DCC പ്രസിഡന്റും എല്ലാം കൂടി ചേർന്ന് അവർക്ക് ഓരോ ബൂത്തുകളുടെ ചുമതല കൊടുത്ത്, അന്ന് KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു ഷൗക്കത്തും ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ആ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ടാണ് ഒരുപക്ഷെ പരമ്പരാഗതമായ തെരഞ്ഞെടുപ്പ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ ആദ്യം നിയോജകമണ്ഡലം കൺവെൻഷൻ, പിന്നെ മണ്ഡലം കൺവെൻഷൻ, പിന്നെ ബൂത്ത് കൺവെൻഷൻ. ഇവിടെ നേരെ തിരിച്ചായിരുന്നു. ഇവിടെ നിയോജക മണ്ഡലം കൺവെൻഷൻ നടക്കുന്നതിന് മുമ്പ് എല്ലാ മണ്ഡലം കൺവെൻഷനും ബൂത്തിലെ സ്ക്വാഡും ഇറങ്ങിയിട്ടാണ് നിയോജക മണ്ഡലം കൺവെൻഷനിലേക്ക് വന്നത്. അതൊരു നല്ല മാതൃകയാണ്. നമ്മൾ കഠിനാധ്വാനം ചെയ്ത് പിടിച്ചെടുത്ത വിജയമാണിത്. ആ വിജയം നിങ്ങൾക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സമർപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പോരാടി പിടിച്ചെടുത്ത ഒരു റിസൾട്ടാണ്. മറ്റൊരു പ്രത്യേകത ഞാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ കണ്ടത്, നമ്മളെല്ലാം അതിൻ്റെ ഭാഗമായി. തെരഞ്ഞെടുപ്പ് KPCC പ്രസിഡന്റ് ആണെങ്കിലും പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ കൺവെൻഷൻ ആദ്യം ഉദ്ഘാടനം ചെയ്ത KC വേണുഗോപാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു അജണ്ട തീരുമാനിച്ചു. അത് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ പോകുന്നത് ജനകീയ ജീവൽ പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ പെൻഷൻ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന വിഷയമായി മാറിയത്. ഉപരിപ്ലവമായ വേറെ ഏതോ ലോകത്തായിരുന്നു ഇടതുപക്ഷവും അവരുടെ ക്യാമ്പയിനും. 10-35 സാംസ്കാരിക നായകന്മാരൊക്കെ വന്നു. എനിക്ക് അവരോടെല്ലാം ബഹുമാനമുണ്ട്. അവരോട് ഏറ്റവും വലിയ ബന്ധമുള്ള ആള് 4 ദേശീയ അവാർഡ് കിട്ടിയ സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ ആയിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. ഞങ്ങൾക്ക് എല്ലാവരും, സാംസ്കാരിക മന്ത്രിയായിരുന്നു AP അനിൽകുമാർ. നമുക്കെല്ലാവർക്കും ബന്ധമുള്ള ആളുകളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ റഫീഖ് അഹമ്മദിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു. കവി റഫീഖ് അഹമ്മദ് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് ഞാൻ ഡോക്ടർ ഹാരിസിന് ഒരു വോട്ട് ചെയ്തേനെ എന്നാണ് റഫീഖ് അഹമ്മദ് പറഞ്ഞത്. അത് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ കരച്ചിലായിരുന്നു. എനിക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിലമ്പൂര് വന്ന് ചെയ്തേനെ എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ ഒന്നും കാണാതിരുന്ന കുറെ എഴുത്തുകാർ, ആശാസമരത്തെ കാണാതിരുന്ന എഴുത്തുകാർ, പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ PSC റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും പിൻവാതിൽ നിയമനം കാരണം ജോലി നിഷേധിച്ച് ശയന പ്രദർശനം ചെയ്ത ആ ചെറുപ്പക്കാരെ കാണാതിരുന്ന ചില ആളുകൾ, വന്യമൃഗ ശല്യത്തിൽ നിഷ്ക്രിയമായ ഒരു ഗവൺമെന്റിന്റെ നടപടികൾ കൊണ്ട് ഭീതിയിൽ കഴിയാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തെ കാണാതിരുന്ന ചില ആളുകൾ ഒരു പ്രത്യേകതരം കരച്ചിലുമായിട്ട് വന്നു. എനിക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിലമ്പൂര് വന്ന് ചില ആളുകൾക്ക് ചെയ്തേനെ. 26-ാം ഇലക്ഷനും ഈ ആളുകൾ 140 മണ്ഡലങ്ങളിലും ഒന്ന് പോകണം എന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.
പക്ഷെ കേരളത്തിന്റെ സാംസ്കാരിക സമൂഹം ഇപ്പൊ ഏകപക്ഷീയമൊന്നുമല്ല. ഇവരിങ്ങനെ കുറെ ആളുകൾ പറഞ്ഞപ്പോ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാർ KG ശങ്കരപ്പിള്ള, കൽപ്പറ്റ നാരായണൻ, ദേവിക, CV ബാലകൃഷ്ണൻ അടക്കമുള്ള എഴുത്തുകാർ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിത സമരങ്ങളോടൊപ്പം നിന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണെന്ന് പറഞ്ഞ കാര്യവും